ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ അമ്മ എന്തിനാ നമ്മൾ ഇരിക്കണേ? ബിഗ് ബോസ് കാണാൻ. ബിഗ് ബോസ് കണ്ടിട്ട് നമ്മള് ഞാനും അമ്മയും ഇരുന്ന് ഓരോരുത്തരെ പറ്റി പറയാം അല്ലേ? പറയുന്നൊക്കെ അല്ല, ഓരോരുത്തരെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. രേണുസുദിനെ പറഞ്ഞ അയ്യോ പറയട്ടെ, അങ്ങോട്ട് തുടങ്ങട്ടെ. നമ്മള് ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഭയങ്കര എന്തോ ഫീൽ സാഡായിട്ട് ഭയങ്കരമായിട്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് മോർണിംഗ് ടാസ്ക് തൊട്ട് തുടങ്ങാം അല്ലേ? അല്ലേ, ഡാൻസ് ഒക്കെ കഴിഞ്ഞു. എന്താ ചിരിക്കണം? എപ്പോഴും ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോർണിംഗ് ഒക്കെ ഡാൻസ് ഒക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തല്ലോ ബിഗ് ബോസ്. മോർണിംഗ് ടാസ്കിൽ ഓമനപ്പേരായിരുന്നു ഇന്നത്തെ വിഷയം അല്ലേ? ഇങ്ങോട്ട് നോക്ക്, ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുക. ഓമനപ്പേര്, വല്ലാത്ത ഓമനപ്പേരായിരുന്നു. എല്ലാവരും ഇടുന്നുണ്ട്. എല്ലാവരും അനീഷേട്ടനെ ആയിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഓമനപ്പേര്, അനീഷേട്ടൻ, ചോറി, അത് എന്തോ മുള്ളം പന്നി, പിന്നെ എന്തൊക്കെയോ അങ്ങനെ കുറെ പേരുകൾ കിട്ടി. അതൊക്കെ എന്താ വേറെ എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല മാത്രം. അതൊക്കെ പറയാം, അതൊന്നും സഹിക്കാൻ പറ്റില്ല. മറ്റേത് പറയാൻ വരട്ടെ. ലാസ്റ്റ് കുറെ പേര് അങ്ങനെ പറഞ്ഞു. ഒരു ക്യാപ്റ്റൻ എന്ന് അനീഷേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ക്യാപ്റ്റൻ എന്നൊരു വില അവിടെ കൊടുക്കുന്നില്ല ആരും. ആളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ആളുടെ ക്യാരക്ടർ ആയിരിക്കും ചിലപ്പോൾ. അത് നമുക്ക് ബിഗ് ബോസിൽ ആളുടെ ഗെയിം ആയിരിക്കും അത് അല്ലമ്മേ. ഓരോരുത്തരുടെ ഗെയിമാണല്ലോ ബിഗ് ബോസിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ. അപ്പൊ ആ ചേട്ടൻ്റെ ഇഷ്ടം അതായിരിക്കും. നമ്മളിപ്പോ ആളുടെ ഗെയിമിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അവിടെ കിടന്ന് കളിക്കുന്ന ഗെയിം തന്നെയാണ്. ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ. ആളെ പക്ഷേ ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ആളങ്ങനെ ഒരു ഇതായിട്ട് എടുത്തിട്ടില്ലേ, നല്ല പേരുകൾ ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ നല്ല പിന്നെ രണ്ടാമത് അനുമോൾക്കും നോറ അതിലേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കും നല്ല പേരുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, സമ്മതിച്ചു. പക്ഷെ അതിൽ അക്ബർ എന്ന് പറഞ്ഞ ചേട്ടൻ എന്ത് പറഞ്ഞു അമ്മ? രേണുസുദിനെ സങ്കടം വരും പറയണ കേൾക്കുമ്പോ. സങ്കടം ഇഷ്ടാവില്ല. അല്ല, അങ്ങനെ ഒരു പേര് പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും വലിയൊരു ഷോ നടക്കണത് അത്. അതെ, ഷോ വെച്ചിട്ടാണ് പറഞ്ഞത്. ബിഗ് ബോസ് വലിയ പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞ ആളെന്നെ അത് വിഷമിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആളെ സപ്പോർട്ട് ചെയ്ത് പറയണല്ലോ കേട്ടോ. സപ്പോർട്ട് ചെയ്ത് പറയണെന്ന് വെച്ചാൽ ആളും പുറത്ത് കുറെ നെഗറ്റീവ് വന്ന് പോയതാണ്. നമുക്ക് ഉള്ളിലും നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾക്ക് നെഗറ്റീവ് വന്നിരുന്നത് തന്നെ. അത് നമുക്ക് ഇപ്പോൾ അതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആള് ആ ഓമന പേരിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആള് എന്താ സെപ്റ്റി ടാങ്ക്, അതെ, അങ്ങനെ ഒരു മോശമായിട്ട് അക്ബർ അത് വെച്ചായിട്ടൊരു സിംഗറാണ്. ആൾക്ക് കുറെ അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആൾ ആ ഒരു പേര് വിളിച്ചതിന് ശേഷം നമുക്ക് തന്നെ ഒരു അമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ആ പേര് കേട്ടതിന് ശേഷം, അങ്ങനെ പേര് പറഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വെറുത്തു എന്നൊക്കെ. അതൊക്കെ ആളുടെ ചിലപ്പോൾ ഗെയിം ആയിരിക്കാം. ഗെയിം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ആളുടെ ഇങ്ങനത്തെ ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ വലിയ ഷോയിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അത് ഇത്രയും കോടി ജനങ്ങൾ കാണുന്നതാണ്. അപ്പൊ പിന്നെ അത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ആള് അത് കഴിഞ്ഞിട്ട് പാവം അത് പ്രതികരിച്ചൊന്നുമില്ല മറ്റുള്ളവരോട്. അത് തന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നതല്ല, അത് കഴിഞ്ഞപ്പോ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു, ചേച്ചിയോട് വേണമെങ്കിൽ സോറി പറയാം. അത് ബിഗ് ബോസ് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ പറയണ്ട, ആളോട് പോയിട്ട് സോറി പറയണം. അത് പറയാണ്ട് അവിടെ നിന്നിട്ട് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണ്, സോറി എന്ന് പറയാം, അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അതിന്റെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് അത് തെറ്റാന്ന് പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. വായിൽ നാവിന്ന് വരുന്നതോ ഒരിക്കലും പാടില്ല. അത് എന്തോ ബിഗ് ബോസിൽ നടക്കണ്ടിട്ട് അത് നമ്മൾ നോക്കിയതാ എന്താ സംഭവം എന്നുള്ളത്. ആരൊക്കെ ഇനിയിപ്പിക്കുക, ഇപ്പത്തെ ടാസ്ക് അതാണല്ലോ. ആ ഉറങ്ങണ ആൾക്കാരെ പിടിച്ച് പൊക്കിയെടുക്കണം. പൊക്കാളെ തയ്യാറെടുപ്പിലാണ്. ആരെയൊക്കെ പൊക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ശൈത്യാനാണ് പിടിച്ച് പൊക്കണത്. പൊക്കിയിട്ട് പോവാറിയാം, അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആളാണ് അവിടെ പൊക്കണ ഫസ്റ്റ് നിന്നിട്ട്, അക്ബർ. ഒരു മൂടാണ് കേട്ടോ. അപ്പോൾ 12 മണിക്ക് അവർ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇത് പറഞ്ഞോണ്ടിരിക്കണേ. എന്തായാലും ഇത് പറയണമെന്ന് വെച്ചു, ഈ എന്താ സെപ്റ്റി ടാങ്ക് അങ്ങനെ വിളിച്ച സംഭവങ്ങളൊക്കെ, ഇന്നത്തെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഇവര് ഗ്രൂപ്പിസം അമ്മയ്ക്ക് ആരെങ്കിലും ഒക്കെ ഗ്രൂപ്പായിട്ട് കളിക്കണ പോലെ തോന്നിയില്ലേ? രണ്ടുപേരും, ആ താടി വെച്ച ആളും വേറൊരാളും കൂടി ഇരുന്നിട്ട് ആരൊക്കെ ഗ്രൂപ്പിസം കളിക്കണത്? ശരത്ത്, അപ്പാനി ശരത്ത്, പിന്നെ അക്ബർ, അഭിശ്രീ എന്ന് പറഞ്ഞ ചേട്ടാ അതിൻ്റെ ഇടയിൽ ഉണ്ടോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ആളുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആര്യൻ. ഇവർ ഗ്രൂപ്പിസം കളിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. നമ്മുടെ കഴിഞ്ഞ സീസണിൽ പറയണത് ഗ്രൂപ്പായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു, ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അവസാനം ടോപ്പ് 10 ഗ്രൂപ്പ് അല്ലാണ്ട് ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞത്. ഇപ്രാവശ്യം ഒറ്റയ്ക്കാണ്. അതിൽ തന്നെ ഗ്രൂപ്പ് ഇട്ടിട്ട് എല്ലാവരും കിടന്ന് ഗ്രൂപ്പിൽ സംസാരിച്ച് ഗ്രൂപ്പായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് തന്നെ കളിക്കണം, അല്ലാണ്ട് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് പോയിട്ടും. ഒന്നാമത് ആ ശരത് ചേട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി കടിച്ച് ഓരോന്ന് പറയാം, അത് വളരെ മോശമാണ്. എന്തെങ്കിലും പറയാൻ പതുക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിലും ആളത് വലിയ വലിയ രീതിയിൽ നീട്ടി വളച്ച് പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ശരിയാവായിരിക്കും. അത് അപ്പത്തെ ബിഗ് ബോസ് കയറിയതിൻ്റെ ഒരു ഇതായിരിക്കും അല്ലേ അമ്മേ? രേണുസുതിനെ പറഞ്ഞത് എനിക്ക് വിഷമായി. അതെന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? അവിടെ ഇരിക്കും. ആ അമ്മൂമ്മേ. ആ അടുത്തത് രേണുസുതിനെ പറഞ്ഞ വിഷമായി. എൻ്റെ അമ്മേ പാവന്ന്. അത് പുറത്ത് ജീവിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് കാണിക്കണം. അതായിക്കോട്ടെ, ഇവിടെ വന്നിട്ട് അതിനെങ്ങനെ പറഞ്ഞപ്പോഴോ പാവം. അതൊക്കെ അവരുടെ ഗെയിം അല്ല പിന്നെ ഒക്കെ പാവണ്ട്. കൈവേന എടുത്തു തുടങ്ങി. ആ അടുത്തത് ഈ അക്ബർ എന്ന് പറയുന്ന ആള് തന്നെ എന്താ ഈ നമ്മുടെ ഇപ്പുറത്ത് അനുമോള് എന്തെങ്കിലും അനുമോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അനുമോളല്ല ശരത്ത് ചേട്ടനും അനുമോളും സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ കിടന്നിട്ട് ഒന്നും അറിയാത്ത കാര്യത്തിന് കിടന്ന് നീട്ടി വലിച്ച് ഓരോന്നൊക്കെ പറയും. അറിഞ്ഞിട്ടുണ്ടാവില്ല, കേസ് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് പറയാൻ മിടുക്കനായ ചേട്ടനാണ് കേട്ടോ ഈ അക്ബർ എന്ന് പറയുന്നത്. ഒരു കാര്യം അറിയാണ്ട് കിടന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് കാര്യമില്ലല്ലോ. കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു കാര്യം അവിടെ സംഭവിച്ചോ, ഓളിട്ടു, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് ചേട്ടാ. എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞ കേട്ടോ. ആള് നല്ല അടിപൊളി സിംഗറാണ്. എന്തായാലും ഈ സിംഗർ എന്ന് പറയുന്ന വ്യക്തി എല്ലാം സംസാരിക്കുന്നുണ്ട്. മറ്റേ രേണുസുതി തന്നെ പറഞ്ഞു, ഞാൻ സിംഗറാന്ന് വിചാരിച്ചപ്പോൾ നല്ല അറിവുണ്ടെന്നൊക്കെ വിചാരിച്ചു, നല്ലൊരു വ്യക്തിയാന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല. ആളിങ്ങനെ അങ്ങനെ എന്തോ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ചപ്പോൾ തന്നെ രേണുസുതിയുടെ മൈൻഡ് ആകെ മാറി. അതായത് മീൻസ് ഹൗസിൽ പകുതി പേരും പറയുന്നുണ്ട് കേട്ടോ എന്നെ വിളിച്ചത് മോശമായി. അപ്പോൾ ആ പകുതി പേര് പറയണ കണ്ടിട്ടാണ് അക്ബർ പോയിട്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ച് പറയണത് തന്നെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ സോറി ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല അത് ഇതെന്നൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ, ഇനി ലാലേട്ടൻ എപ്പിസോഡിൽ വരുമ്പോൾ ചോദിക്കായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ആ വീഡിയോ ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അത്യാവശ്യം ഉറങ്ങാണ് ഇരുന്നിട്ട് അല്ല വൈറലായിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊന്ന് ലാലേട്ടൻ സംസാരിക്കുന്നു വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഗോൾഡ് കോയിൻ എടുത്തത് ആര്യനെ വീണ്ടും വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്ബർ ആര്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മീൻസ് ആര്യനെ വീണ്ടും വിട്ടിട്ട് ഗോൾഡ് കോയിൻ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ കയ്യിൽ നിന്ന് അത് പെട്ടെന്ന് നിലത്ത് വീണപ്പോൾ ഷാനവാസ് ചേട്ടൻ അത് എടുത്തിട്ട് കയ്യിൽ വെച്ചു. അത് ആളുടെ ഗുഡ് ഗെയിമായിരുന്നു. ആളത് ബിഗ് ബോസ് ലാസ്റ്റ് ആളുടെ കയ്യിലാക്കി. അയ്യോ കറണ്ട് പോയി ഗൈസ്. കറണ്ട് അല്ലല്ലേ ലൈറ്റ് പോയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഓഫ് ആയതാണ്. അപ്പോൾ നമ്മളത് ഓണാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. KCB ആള് ഓണാക്കിയിട്ട് വന്നത്. KCB ഇപ്പൊ എനിക്ക് ജോലി, അപ്പൊ ഞാനത് ഓണാക്കി. ഓക്കെ, അടുത്ത കാര്യം പറയാം. ആ ഗെയിമിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു പിഴവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത നോമിനേഷനിൽ അതിൻ്റെ സംസാരമൊക്കെ വന്നിട്ട് ലാസ്റ്റ് ആര്യന് പോകാൻ ഇഷ്ടമല്ല, അക്ബറിന് പോകാൻ ഇഷ്ടം, രണ്ടാൾക്കും പോകാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ബിഗ് ബോസ് പറഞ്ഞു കൺഫ്യൂഷൻ റൂം തുറക്കില്ല, നിങ്ങൾ അത് തീരുമാനം എടുത്ത് മാത്രമേ അത് തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അക്ബർ ചേട്ടൻ പറഞ്ഞു ഞാൻ പോവാ എന്നുള്ളത്. അങ്ങനെ ഒരാളിതായി വരുമ്പോ ചോദിക്കുന്നു വിചാരിക്കണം. അമ്മയ്ക്ക് അയ്യോ അമ്മയുടെ ഇപ്പൊ കരയുന്നു രേണുസുദിനെ പറയണേ. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഗെയിം കളിക്കണ്ടെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണാനില്ല. അതൊരു വലിയ പറയുന്ന കാര്യമാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തുനിന്ന് പോകുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ ഒരു മൂകതയായിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക്. എന്താണെന്നറിയില്ല, അടുത്ത കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അറിയായിരിക്കും ആളുടെ ഗെയിം എന്താണെന്നുള്ളത് എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊള്ളാം. എപ്പോഴും അനീഷ് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അനീഷിനെ മെത്തിക്ക് പിടിച്ച് ആൾക്കാർ കുറേ കയറുന്നുണ്ട്. ആളും കയറുന്നത് തിരിച്ച് എല്ലാവരും തന്നെ അവസ്ഥ. ആള് കിട്ടണ താപ്പില് ക്യാപ്റ്റൻ എന്നുള്ളൊരു ഇത് കൊടുക്കുന്നില്ല കേട്ടോ ആൾക്ക്. അല്ലമ്മേ ക്യാപ്റ്റൻ ആണെന്നൊന്നും പോലും ഒരു വില കൊടുക്കില്ല, അവിടെ വിലയില്ല. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആൾ തന്നെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല എൻ്റെ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ 7 അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളെന്താണോ കാണിക്കുന്നത് ചിലപ്പോൾ അത് കാണിക്കുന്നുണ്ടാവില്ല. മീൻസ് ആ ഭാഗം ഇടില്ല. നിങ്ങൾ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. ചില അമ്മമാരായാലും കുട്ടികളായാലും ചിലപ്പോൾ ലൈവ് കാണുന്നുണ്ടാവില്ല. ഈ എന്താണ് ഏഷ്യാനെറ്റിൽ കാണിക്കുന്നത് അതായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറയുന്നത്, 2 ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞു വേണം ഒരാളെ വിലയിരുത്തണമെങ്കിൽ, അല്ലേ അമ്മ? പകുതി കാണിക്കുന്നുണ്ടാവില്ല. അമ്മ ഏഷ്യാനെറ്റ് കണ്ടിട്ടല്ലോ ഫുള്ളും പറയാറ്. അമ്മ ലൈവ് കാണാറില്ലല്ലോ. ഇല്ല. അപ്പോൾ പകുതി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യും അവര്. അപ്പം എന്തായാലും ഗ്രൂപ്പിസം കളിക്കണവരൊക്കെ കളിക്കട്ടെ, അല്ലേ അമ്മ? നമുക്ക് എട്ടെന്നോട്ടെങ്കിൽ ലാസ്റ്റ് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ 7 നന്നായി പോകുന്നു വിശ്വസിക്കുന്നു. ഇനി വയൽക്കാട് എൻട്രീസ് കയറി വരും, കുറേ പേര് കയറി വരും. ഇപ്പോഴുള്ള ഗെയിമേഴ്സ് തന്നെ നന്നായി കളിച്ചാൽ നന്നായി അവിടെ 100 ദിവസം നിൽക്കാം. നന്നായി കളിച്ചവർക്ക് മാത്രം, അല്ലേ മൂളൂസേ? എന്തെങ്കിലും ആവട്ടെ, ജയിക്കട്ടെ ആരാന്ന് വെച്ചാൽ. പക്ഷേ അക്ബർ ചേട്ടാ സെപ്റ്റി ടാങ്ക് ഭയങ്കരമായി. അത് നമ്മൾക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഹേർട്ട് ചെയ്തു. അതെ, അയ്യോ എൻ്റെ അമ്മ ഹേർട്ട് ചെയ്തു ഗൈസ്. അപ്പം എന്തായാലും അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പറയാനായിട്ട് നമ്മൾ മെയിനായിട്ട് വീഡിയോസ് ചെയ്തത് തന്നെ
പിന്നെ ബാക്കിയുള്ളവരെ പറ്റിയിട്ട് ഇന്നത്തെ ആ ഗെയിം ഒന്ന് പറയാന്ന് വിചാരിച്ചു. ഈ ആ നവീൻ ചേട്ടൻ മുടിച്ചുരുണ്ടതായിട്ടുള്ള ആളില്ലേ, ആളോരോന്നൊക്കെ ഒളിപ്പിച്ച് വെക്കണേ നമുക്ക് എന്താണ് അഭിപ്രായം? എന്തൊക്കെയോ കിടന്ന ആൾ ഒളിപ്പിക്ക് വെക്കേണ്ടത് ഗൈസ്, എനിക്ക് മനസ്സിലാവണില്ല. മറ്റേ കൈമ കിടന്ന ബാൻഡ് ഒളിപ്പിച്ചിട്ട് ആര്യനോട് പറയണ്ട് ഞാൻ ആ കല്ലൊളിപ്പിച്ച് വെക്കുന്നുണ്ട്. എന്തടേ ഇത് എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ലാസ്റ്റ് ആൾക്ക് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഇതോടെ വെച്ച് നിർത്താം. നമ്മൾ ആ വീഡിയോ ആ കാര്യത്തിനെ പറ്റി വീഡിയോ ചെയ്തതെന്നാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ്. ബിഗ് ബോസ് റിവ്യൂ ഞാൻ ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇടാനായിട്ട് നമ്മുടെ മനസ്സിന് സമ്മതിക്കുന്നില്ല. ഇടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ ഗൈസ്. ഈ പാതിരാത്രി സമയത്ത് വീഡിയോ കുറച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.